പ്രോസ്റ്റേറ്റ് സർജറി കഴിയുന്ന പേഷ്യൻസിനും ആ ഏരിയയിൽ പ്രോസ്റ്റേറ്റ് മെയിൽ ജെനറ്റേലിയ അല്ലെങ്കിൽ റെക്ടം ആമാശയം ഈ ഏരിയയിൽ സർജറി ചെയ്യപ്പെടുന്ന പേഷ്യൻസിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഉദാഹരണശേഷി കുറവ് കാണാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞുതരുമോ? പ്രോസ്റ്റേറ്റ് സർജറി എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് നമ്മൾ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിന് വേണ്ടിയിട്ട്, അതായത് ബിനൈൻ ആയിട്ടുള്ള പ്രോസ്റ്റേറ്റിന് വേണ്ടി ചെയ്യുന്ന സർജറിയാണ്, വലിപ്പം കൂടിയ കാരണം. അത് നമ്മൾ ട്രാൻസ് യൂറിത്രൽ മൂത്രനാളി വഴിയാണ് ചെയ്യുന്നത്. അങ്ങനത്തെ സർജറിക്ക് ഉദാഹരണശേഷിക്ക് ഒരിക്കലും കുഴപ്പം വരാറില്ല. ഓൺലി ഇജാക്കുലേഷൻ, അതായത് ഇജാക്കുലേഷൻ വരും ആണ് ബുദ്ധിമുട്ട് വരാം സാധാരണ ആ സർജറിക്ക്. പക്ഷേ സെക്ഷൽ ആക്ടിന് ബുദ്ധിമുട്ട് വരില്ല. പക്ഷേ നമ്മൾ റാഡിക്കൽ പ്രോസ്റ്റേറ്റക്ടമി, അതായത് പ്രോസ്റ്റേറ്റ് ക്യാൻസേഴ്സിന്, പിന്നെ ചില പെൽവിക് സർജറീസ്, അതായത് നമ്മുടെ കാസനോമ റെക്ടം അല്ലെങ്കിൽ ഏനൽ കനാലിലൊക്കെയുള്ള കാസനോമ, അങ്ങനത്തെ ഡീപ്പായിട്ടുള്ള പെൽവിസിൽ സർജറി ചെയ്യുമ്പോൾ ഞരമ്പുകൾ ഡാമേജ്ഡ് ആവാം. കുറച്ചും കൂടെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സർജറീസിൽ പേഷ്യൻസിന് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇറക്ഷൻ്റെ ബുദ്ധിമുട്ട് വരാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു പേഷ്യൻറ്റിന് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിലോ അല്ലെങ്കിൽ സെക്ഷൽ ആക്ടിൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി പിനൈൽ ഇംപ്ലാന്റ് ആണ് അതിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ഉള്ളത്.